ഹലോ സ്റ്റുഡൻസ്, നമുക്ക് പാർട്ണർഷിപ്പ് പോലെ തന്നെ +2 അക്കൗണ്ടൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചോദിക്കാൻ സാധ്യതയുള്ള MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ ശ്രദ്ധിച്ചിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ MCQ. സോ ഹിയർ ദ കോഡ് CES 101, 102, 103 കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് കൊടുക്കുകയല്ലേ, നമ്പേഴ്സോ ആൽഫബറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സീക്വൻഷ്യൽ കോഡ് എന്നാണ് പറയുക. കോഡിഫിക്കേഷൻ അത് സീക്വൻഷ്യൽ കോഡും അതുപോലെ തന്നെ ബ്ലോക്ക് കോഡും ന്യൂമോണിക് കോഡും എക്സാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. പിക്ക് ഔട്ട് ദ വൺ വിച്ച് ഇസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് ഉണ്ട് അല്ലേ, 5 പില്ലേഴ്സ് എന്ന് പറയുന്ന കോമ്പണൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ കോമ്പണൻസിൽ ഇത് പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നൊക്കെ പഠിച്ചത്. പക്ഷേ ഇവിടുത്തെ ആൻസർ വൈറസ് ആണ്. വൈറസ് ഒരിക്കലും നമ്മുടെ കോമ്പണൻസിൽ പെടുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇൻ എ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ്സ് എ ഇൻട്രസ്റ്റ് ഓഫ് എ പീരീഡ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. റേറ്റ് ആണ് ആൻസർ വരുന്നത്. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ വിച്ച് ഹെൽപ്സ് ടു കമ്പ്യൂട്ട് ദ ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂൾ. EMI ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂൾ ആണ്. സോ PMT ഫംഗ്ഷൻ ഒരുപാട് തവണ എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ്. പല രീതിയിൽ ഇത് ഏത് ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. PMT ഫോർമുല കംസ് അണ്ടർ വിച്ച് ഫംഗ്ഷൻ? ദ ഫംഗ്ഷൻ ഏതാണ്? ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ്. തീർച്ചയായും എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന നിങ്ങൾ ഫംഗ്ഷൻസിന്റെ കീഴിൽ വരുന്ന തീർച്ചയായും പഠിച്ചു വെക്കണം. അതായത് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ ആവാം, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആവാം, ലോജിക്കൽ ഫംഗ്ഷൻ ആവാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആവാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഏവറേജ് വെച്ച് ചെയ്യേണ്ടതാണ് അല്ലേ, ഏവറേജ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻസിന്റെ ഹെഡിങ്സിൽ വരുന്നത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. ഐഡന്റിഫൈ ദ സ്യൂട്ടബിൾ ആർഗ്യുമെന്റ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ റെപ്രസെന്റ് ദ നമ്പർ ഓഫ് പേയ്മെന്റ്സ് ഫ്രം ദ ഫോളോയിങ്. NPR. വെരി സിമ്പിൾ, ഷോർട്ടാക്കി നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് സെൽ ഇൻ ദ സ്പ്രെഡ്ഷീറ്റ് ഐഡന്റിഫൈഡ് വിത്ത് എ യുണീക് നെയിം. അല്ലെ, ഒരു സെല്ലിന്റെ അകത്ത് ഒരു റോയും കോളവും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സെല്ല് ഉണ്ടാകുന്നു. ആ സെല്ലിന്റെ അകത്ത് നമ്മൾ വാല്യൂസ് കൊടുക്കാറുണ്ട്, ആ സെല്ലിന്റെ അകത്ത് ലേബൽസ് കൊടുക്കാറുണ്ട്. ആ സെല്ലിനെ പറയുന്ന പേര് സെൽ അഡ്രസ് എന്നാണ്. എക്സാമിന് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. A1 അല്ലെങ്കിൽ A9 അല്ലെ, നമ്മളിങ്ങനെ സെൽ അഡ്രസ് കൊടുക്കാറില്ലേ. അപ്പൊ ആ സെൽ അഡ്രസ് ആണ് കൃത്യമായിട്ട് ആൻസർ. ഫൈൻഡ് ദ ഓഡ് വൺ. നിങ്ങൾക്കറിയാം യൂസർ സ്പ്രെഡ്ഷീറ്റിന്റെ അകത്ത് 2 കാൽക്കുലേഷൻ ഉള്ളത്. ഒന്ന് പേറോൾ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ അസറ്റ് അക്കൗണ്ടിങ്ങും. പേറോൾ അക്കൗണ്ടിന്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഏർണിംഗ്സും അതുപോലെ തന്നെ ഡിഡക്ഷൻസും. ഇതിലെ കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് CCA ആയിരിക്കും. ഒരു പക്ഷേ ലിസ്റ്റ് ഉണ്ടാവില്ല. സിറ്റി കോമ്പൻസേറ്ററി എലമെന്റ്സ്. ഇവിടെ ഉത്തരം PF ആണ്. PF ഡിഡക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ അല്ലടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് നോട്ട് എ കോമ്പണന്റ് ഓഫ് പേറോൾ? പേറോളിന്റെ അകത്ത് കോമ്പണന്റ് അല്ലാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ചാപ്റ്ററിനകത്ത് പേറോൾ അക്കൗണ്ടിങ് അതുപോലെ തന്നെ അസറ്റ് അക്കൗണ്ടിങ് ആണ്. DNS അലവൻസ് ഓക്കെയാണ്, HR ഓക്കെയാണ്, PF ഓക്കെയാണ്. പക്ഷേ DB എന്ന് പറയുന്ന ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അസറ്റ് അക്കൗണ്ടിൽ വരുന്നതാണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റർ സിൻടാക്സ് എല്ലാം വരുന്നതാണ്. ഇനി വിച്ച് among the following is a financial function used to calculate the straight line method of depreciation? ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് SLN ആണ്. തീർച്ചയായും സിൻടാക്സ് മക്കൾ പഠിച്ചു വെക്കണം. ആ സിൻടാക്സ് പഠിച്ച് എക്സാമിനേഷൻ ഒരുപാട് തവണ ഈ സിൻടാക്സ് അടക്കം ചോദിച്ചിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ എമംഗ് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഗിവൺ ബിലോ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നമുക്ക് ഒരുപാട് അറിയാം. അതിൻ്റെ അകത്ത് ഏതാണ് വ്യത്യസ്തമായിട്ട് കിടക്കുന്നത്? GNCAT ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, ടാലി ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, സാപ്പ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ലിബർ ഓഫീസ് ബേസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ലേ, ഒരു DBMS ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഡാറ്റയായിട്ട് ബന്ധപ്പെട്ടതാണ് ലിബർ ഓഫീസ് കാൽക്ക്. ഇൻ ആൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ലെഡ്ജർ ക്യാഷ് കംസ് അണ്ടർ ഡാഷ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കറണ്ട് അസറ്റ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ചാർട്ട് ഈസ് ജനറലി യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഡാറ്റ ആസ് എ റെപ്രസെന്റിംഗ് ഓഫ് ടോട്ടൽ. അതായത് പൈ ചാർട്ട് ആണ് അല്ലേ, പൈ ചാർട്ട് ആണ്. പിക്ക് ഔട്ട് ദ ഓഡ് വൺ. പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്, ഡാറ്റ ബാങ്ക്. അത് കണ്ടാൽ മനസ്സിലാവും, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ളത്: പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ് ആൻഡ് ഡാറ്റ വോൾട്ട്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ ന്യൂമോണിക് കോഡ്? കോഡിങ്ങില് എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, മക്കൾ അത് തെറ്റിക്കരുത്. ന്യൂമോണിക് കോഡ് എന്ന് പറയുമ്പോൾ അബ്രീവിയേഷൻസ് കൊടുക്കുന്നതാണ്. ACC, ECO, ഇംഗ്ലീഷ്, മലയാളം അല്ലെ. നമുക്കറിയാം മലയാളത്തിന് വേണ്ടി MAL എന്ന് കൊടുക്കുന്നു, ഇംഗ്ലീഷ് വേണ്ടി ENG കൊടുക്കുന്നു. സോ നമുക്ക് ഇവിടെ ന്യൂമോണിക് കോഡ് കാണാൻ സാധിക്കുന്നത് C ആണ് ഓപ്ഷൻ. AS1, AS4 ഒക്കെ സീക്വൻഷ്യൽ കോഡാണ്. 25, 25, 6 നമുക്കറിയാം കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ്. ബ്ലോക്ക് കോഡാണ് 1 to 100 എന്ന് പറയും. സോ കോഡിഫിക്കേഷൻ അകത്ത് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കണം. സോ ഈ വരുന്ന എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ നിങ്ങൾ അടിപൊളി, പബ്ലിക് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് MCQ ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം.